VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. പാണ്ടിക്കാട് ടൗണിൽ അപകടങ്ങൾ തുടർക്കഥ. നോക്കുകുത്തികളായി ബന്ധപ്പെട്ട അധികൃതർ. പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി നാട്ടുകാരും. പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇന്ന് പുലർച്ചെ 1 മണിക്ക് മേലാറ്റൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ ലോറി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൊടുങ്ങല്ലൂർ സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറിൽ ഇടിച്ചതിനു ശേഷം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. റോഡരികിലുണ്ടായിരുന്ന ഇരുമ്പ് പോസ്റ്റിലും സമീപത്തെ കടയിലും ഇടിച്ചാണ് ലോറി നിന്നത്. ലോറിക്കടിയിൽ പൂർണ്ണമായും കുടുങ്ങിയ ഓട്ടോറിക്ഷയിൽ നിന്നും 1 മണിക്കൂർ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച് ഓട്ടോ ഡ്രൈവറായ ആമക്കാട് സ്വദേശി ആപ്പയെ പാണ്ടിക്കാട് പോലീസും ഫയർഫോഴ്സ് അംഗങ്ങളും ട്രോമാ കെയർ പ്രവർത്തകരും പോലീസ് വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തത്. ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ട്രാവലർ മറ്റൊരു കാറിലും ഇടിച്ചിരുന്നു. പരിക്കേറ്റ ഇതിലെ 18ഓളം യാത്രക്കാരെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ലോറിയുടെ അമിത വേഗതയും അശ്രദ്ധയും പാണ്ടിക്കാട് ടൗണിലെ പ്രവർത്തനരഹിതമായ ട്രാഫിക് സിഗ്നൽ സംവിധാനവുമാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രി നടന്ന സംഭവം, രാത്രി 1 മണിയായി, ഒരു 12 മണിക്ക് നടന്ന സംഭവമാണ്. ഇത് നമ്മുടെ അധികാരികളോടൊക്കെ പറഞ്ഞ കേസാണ്. അനവധി വട്ടം നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടൊരു പരിഹാരമില്ല. കാരണം ഇന്നലെ നടന്ന 8-10 ആളുകളെ വാരിയല്ലായിട്ടും എല്ലാ സാധനവും പൊട്ടിക്കിടക്കണം. ഇവിടെ മൗലാന ഹോസ്പിറ്റലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് തീരുമാനം കൊടുക്കാനൊക്കെ. കാരണം ആരോടത് നമ്മൾ പറയാം, എന്താ നമ്മൾ പറയാനില്ലേ? എല്ലാ അധികാരികളും ഞങ്ങൾ വിളിച്ചു. ഇതിവിടെ കളക്ടറെ വരെ വിളിച്ചു, അതേമാതിരി പഞ്ചായത്തിനെ വിളിച്ചു, MLA വിളിച്ചു, അതേമാതിരി തന്നെ സബ് ജില്ലമാരൊക്കെ എല്ലാവരും കൈമലർത്തണം. ആരത് ചെയ്യേണ്ടത്? ഈ നാട്ടിലിങ്ങനെ അപകടം ഉണ്ടാക്കുന്നത് എന്താണ് ഇതിൻ്റെ വിഷയം? ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടായി നടക്കുകയാണ്. ജനങ്ങൾ സ്വത്തിനും ജീവനും ഒരു സംരക്ഷണത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. ഇത് ആരോട് നമ്മൾ പറയും? ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വർത്തമാനം പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. നമ്മൾ അതിൻ്റെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വർത്തമാനം പറഞ്ഞ എന്താ കാര്യം? ഇതിൻ്റെ മുന്നേ ചെയ്യേണ്ട കാര്യം ഈ കടക്കട കണ്ടില്ല. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ സ്ഥിതി എന്താണ്? ഒന്നുമില്ല, പിന്നെ അള്ളാൻ്റെ തോട് പൈസ കിട്ടിയാണ് ഈ സംഗതി. അപ്പോൾ ഇതിനൊന്ന് ഈ അധികാരി കണ്ണ് തുറക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ അടുത്ത കാലത്തായി മാത്രം 20ലേറെ വാഹനാപകടങ്ങളാണ് ടൗണിൽ നടന്നതായി നാട്ടുകാർ പറയുന്നു. തകരാറിലായ ട്രാഫിക് സിഗ്നൽ പ്രവർത്തനം സജ്ജമാക്കുന്നതിനായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരാതികൾ നൽകുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധമുയരുന്നത്. പല ആവർത്തികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ഇതിൻ്റെ ഉദ്യോഗസ്ഥരോടും മറ്റു ജനപ്രതിനിധികളോടും പല പ്രാവശ്യം പറയുകയുണ്ടായി. ഇനിയും ഇതിനെതിരെ കണ്ണു തുറന്നുകൊണ്ട് ഇതിന് വേണ്ട സുരക്ഷയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ലെങ്കിൽ പൊതുജനം ഇതിനൊരു വലിയ വ്യാപകമായ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങും. അപ്പോൾ നമ്മൾ ആളുകളുടെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയിരിക്കുന്നത്. നമുക്ക് ഏകദേശം അറിയാം, ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേ സ്പോട്ടിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തായിരുന്ന ഒരു ഡ്രൈവർ ഇതേ സ്പോട്ടിൽ മരിക്കുകയുണ്ടായി. അതിനുശേഷമെങ്കിലും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് സമയത്തിനനുസരിച്ച് ആക്സിഡൻറ്റുകൾ നടന്നിട്ട് പോലും അധികാരികൾ കണ്ടു തുറക്കുന്നില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാട്ടുകാരായ ജനപ്രതിനിധികളും മറ്റുള്ളവരുടെ എല്ലാവരുടെ സഹായം ആവശ്യമുണ്ട് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രവർത്തന സജ്ജമാക്കുന്ന നടപടികൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകിയാൽ മാത്രമേ അപകടത്തിൽപ്പെട്ട റോഡരികിൽ കിടക്കുന്ന ലോറി എടുത്തുമാറ്റുവാൻ സമ്മതിക്കൂ എന്ന തീരുമാനത്തിലാണ് ജനങ്ങളും. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.